2001 ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ കേരളം കണ്ട അത്ഭുതം ഇന്നും പലർക്കും മറക്കാനാകുന്നില്ല. ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട, എറണാകുളം ജില്ലകളിൽ ഒരു മഴ പെയ്തു. പക്ഷെ അത് സാധാരണ മഴയല്ലായിരുന്നു. ചുവന്ന നിറമുള്ള രക്തം പോലെ തോന്നിക്കുന്ന മഴ. ജനങ്ങൾ ആശങ്കപ്പെട്ടു. ലോകാവസാനത്തിൻ്റെ സൂചനയാണോ അതോ ഇനി വല്ല ദൈവം കോപിച്ചതാണോ? സർക്കാർ പരിശോധനയ്ക്ക് ഉത്തരവിട്ടപ്പോൾ തിരുവനന്തപുരത്തുള്ള സെൻറ്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസും പാലോടുള്ള ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നീ സ്ഥാപനങ്ങൾ റിപ്പോർട്ട് നൽകി. അവരുടെ പഠനപ്രകാരം മഴയിൽ കണ്ട ചുവന്ന കണങ്ങൾ ഒരു തരത്തിലുള്ള ആൽഗയുടെ സ്പോർസ് അല്ലെങ്കിൽ അതിൻ്റെ വിത്തുകളാണെന്നായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ 2003 കോട്ടയത്തുള്ള മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ ഗോഡ്ഫ്രെ ലൂസിയും ഡോക്ടർ സന്തോഷ് കുമാറും പ്രസിദ്ധീകരിച്ച ഒരു ഗവേഷണത്തിൽ ഒരു കൗതുകകരമായ വാദമുയർന്നു. ഈ കണങ്ങൾക്ക് DNA ഇല്ല. അതായത് ഇവ ഭൂമിയിലെ ജീവികളല്ലാതിരിക്കാം. ഒരു സാധ്യത ഇവ ബഹിരാകാശത്തിൽ നിന്ന് വന്ന ഏലിയൻ സെൽസ് ആയിരിക്കാം. ഈ വാദം ലോകമൊട്ടാകെ വാർത്തയായി. BBC, ന്യൂ സയൻറ്റിസ്റ്റ് പോലുള്ള മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. പിന്നീട് മറ്റ് ലബോറട്ടറികളിലെ പരിശോധനയിൽ DNA കണ്ടെത്തി. അതുകൊണ്ട് ശാസ്ത്രലോകം കൂടുതൽ സ്വീകരിച്ചത് ഇതൊരു സ്പോർട്സ് കൊണ്ടുണ്ടായ പ്രകൃതി സംഭവം എന്നതാണ്. എന്നിരുന്നാലും ഇന്നും ആളുകൾ ചോദിക്കുന്നു, 2001 ചുവന്ന മഴ ഭൂമിയിലെ ശാസ്ത്രത്തിൻ്റെ ഒരു ഭാഗമോ അല്ലെങ്കിൽ ബഹിരാകാശത്തിൽ നിന്നൊരു സന്ദേശമോ?